ഐശ്വര്യ അമ്മയിൽ ഇപ്പോഴും പ്രത്യാരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ തൊട്ട് ഒരു മണിക്കൂർ മുമ്പ് വരെ ശ്വേതാ മേനോൻ മറുപടിയായിട്ട് രംഗത്ത് വരുന്നു. അതിന് കുറച്ച് മണിക്കൂർ പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ മാലാ പാർവതി, മനസ്സിബ അടക്കമുള്ള സിനിമാ നടിമാർ പരസ്യമായി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളും BJP ഡീലിനുമായി ബന്ധപ്പെട്ട 15 കോടിയോളം രൂപയുടെ അദാനി മുഖാന്തരം കിട്ടും എന്നുള്ള കാര്യങ്ങൾ അതടക്കം തെളിവ് സഹിതം ഓഡിയോ സഹിതം അവർ പുറത്തോട്ട് വിടുന്നു. അതിന് മറുപടി എന്നോളം ഇപ്പം ശ്വേതാ മേനോൻ രംഗത്ത് വരുന്നു. ശ്വേതാ മേനോൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെയും അതേപോലെ തന്നെ മോഹൻലാലിന്റെ ആശീർവാദത്തോടു കൂടിയാണ് താൻ ഈ സാധനം ഏറ്റെടുത്തതെന്നുള്ളതും അത് മുഴുവൻ പൂർത്തിയാകട്ടെ എന്നവർ തന്നെ പ്രത്യാശിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ സാധനം കംപ്ലീറ്റ് ആക്കുന്ന തരത്തിലും വരുന്നു. കോടതി വിധി പൂർണ്ണമായിട്ടും ശ്വേതാ മേനോന്റെ നിലപാടുകൾക്ക് കിട്ടിയ ഒരു അംഗീകാരമാണെന്നുള്ള തരത്തിലൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. പക്ഷെ നോക്കുകയാണെങ്കിൽ അമ്മ ഈ പറഞ്ഞ പോലെ ഇത്രയും കാലം ഉണ്ടായിരുന്നത് സിനിമയ്ക്കുള്ളിലെ പ്രശ്നം, അല്ലെങ്കിൽ അവിടെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം, സിനിമയ്ക്കുള്ളിലെ പ്രശ്നം, ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിൽ നിന്ന് മാറി ഇതൊരു രാഷ്ട്രീയത്തിലോട്ട് കടക്കുന്നു എന്നുള്ളതാണ്. BJP അടക്കമുള്ള നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതും ഇപ്പൊ നമ്മൾ കണ്ടതായിരുന്നു. ഇതിനു മുമ്പ് മറ്റൊരു നടൻ പറഞ്ഞത് BJPയുടെ ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് പല സിനിമാ നടന്മാരും രംഗത്ത് വന്നായിരുന്നു. അത് ഈ BJP ഡീലിന്റെ ഭാഗമായിട്ടാണെന്നൊക്കെ ബാബുരാജാണ് മുമ്പ് ആദ്യ സാധനം മുമ്പോട്ട് വെച്ചത്. ഇപ്പോൾ അതിന്റെ തുടർക്കഥ എന്നോണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാലാപർവ്വത അടക്കമുള്ള ആൾക്കാരെ കൂടുതൽ എവിഡൻസ് പുറത്തു വരുന്നു. ശരിക്കും എന്താണ് ഇപ്പൊ അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ചർച്ച വരെ പോയത് അമ്മയിലെ ആഭ്യന്തര കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് BJP ഡീല് രാഷ്ട്രീയത്തിലേക്ക് പോയതാണ്. ഇപ്പൊ തിരിച്ച് ശ്വേതാ മേനോന്റെ ഒരു പോസ്റ്റ് തിരിച്ച് അമ്മയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളതാണ്. അതായത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിന്തുണ വ്യക്തമാക്കിക്കൊണ്ടാണ് അവരിപ്പോ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോ ഇതൊരു ധാർമ്മികത, അല്ലെങ്കിൽ നമുക്കൊരു കുറച്ചൊക്കെ നാണുള്ളവര് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് അതിന്റെ അതർ സൈഡിൽ ആരും അറിയാണ്ട് കോടതിയെ സമീപിക്കുന്നു, കോടതിയിൽ നിന്നും ഇത്തരത്തിൽ ഇതെടുക്കുന്നു, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു മോശം, അല്ലെങ്കിൽ എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്, പിന്നെ ഈ രാജ്യപ്രഖ്യാപനം അല്ലെങ്കിൽ അന്ന് നടത്തിയ ഷോ ഓഫ് എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്നതിന് ഇപ്പൊ അഡ്ഹോക് കമ്മിറ്റി വെച്ചു എന്ന് അവർ പറയുന്നു. അഡ്ഹോക് കമ്മിറ്റി വെച്ചത് തെറ്റാണ്, അല്ലെങ്കിൽ അതിന് സ്റ്റേ വാങ്ങിച്ചുകൊണ്ടാണ്. ഇപ്പോ ഇന്നലെ പിഷാരടിയും ഗണേഷ് കുമാറും ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത് ഇതാണ്, പെട്ടെന്നൊരു സംഘടനയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ അംഗങ്ങൾ എല്ലാവരും പോകുമ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സംഘടന അന്നത്തെ ദിവസം കൊണ്ട് പിരിച്ചുവിടുകയാണോ ചെയ്യേണ്ടത്? പിരിച്ചുവിടാൻ പറ്റില്ല. അപ്പൊ പിന്നെ പകരം താൽക്കാലികമായിട്ടൊരു സമിതി അവർ നിയോഗിക്കുകയാണ് ചെയ്തത്. അതിൽ എന്താണ് തെറ്റായിട്ടുള്ളതെന്ന് അറിയില്ല. ഇപ്പൊ നിയമവിരുദ്ധമായിട്ട് അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അത് അഡ്ഹോക് കമ്മിറ്റിക്ക് എങ്ങനെയാണ് സഞ്ജീവനി പോലെയുള്ള, അതായത് ഇവർ മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെഡിക്കൽ പരിരക്ഷ ഉറപ്പാക്കുന്ന സഞ്ജീവനി പോലെയുള്ള പദ്ധതികളൊക്കെ അഡ്ഹോക് കമ്മിറ്റിക്ക് എങ്ങനെ നടത്താൻ പറ്റും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു കാര്യത്തിൽ എന്തായാലും ശ്വേതാ മേനോൻ ഇത് ഇവിടെ വന്ന് പറയാതെ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിച്ചതുകൊണ്ട് തന്നെ മാന്യമായിട്ട് പിഷാരടി അവിടെ നിന്ന് രാജിവെച്ച് അഡ്ഹോക് കമ്മിറ്റിയുടെ സ്ഥാനം രാജിവെച്ച് പോന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുമുണ്ട്, ഞാൻ രാജിവെച്ചത് രാജി തന്നെയാണ്. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ രാജിവെക്കാൻ ഇത് എന്റെ രാജി അല്ലായിരുന്നു, ഞാൻ രാജിവെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോരുന്നുണ്ട്. ശ്വേതാ മേനോന്റെ അധികാര ഭ്രാന്ത് എന്നൊക്കെ പല വാചകങ്ങളും ഉയർന്നു വരുന്നുണ്ടെങ്കിലും ശരിക്കും അധികാരഭ്രാന്തിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ പേടിയല്ല ഇവർ ഈ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇത്രയും അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റ് ഇല്ല എന്നുള്ളത് അവിടെ ബോധിപ്പിക്കാൻ അവർക്ക് പറ്റണമായിരുന്നു. അന്ന് അവര് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അന്ന് മറുപടി പറഞ്ഞില്ല. അവർക്ക് സമയം വേണമായിരുന്നു. ആ സമയം വേണം എന്ന് മാന്യമായിട്ട് പറയാതെ രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിറങ്ങി പോന്നിട്ട് ഇപ്പൊ എനിക്ക് രാജിവെക്കാൻ പറ്റില്ല, എന്നോട് മമ്മൂക്കയും ലാലേട്ടനും പറഞ്ഞു രാജിവെക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇടുമ്പോൾ ഉറപ്പായിട്ടും മോഹൻലാലും മമ്മൂട്ടിയും ഇത് പറയണം, എന്തിനാണ് ഇത്തരത്തിൽ ബാക്കിയുള്ള അംഗങ്ങളെ പൊട്ടന്മാരാക്കിയതെന്നുള്ളത് മമ്മൂക്കയും ലാലേട്ടനും പറയേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവർ കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട്, ഐ വോണ്ട് ടു താങ്ക് മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ ഫോർ ബീയിങ് മൈ റോക്ക്. രാജിവെക്കരുത് എന്നും എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും പോരാടണമെന്നും അവർ എന്നോട് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞിട്ടാണ് രാജിവെക്കാതിരിക്കുന്നത്. ഇപ്പൊ ഇത്തരത്തില് ബാക്കി നീക്കങ്ങൾ നടത്തിയെന്ന് കൂടിയല്ല അവിടെ പറയുന്നത്. അപ്പോ മമ്മൂക്കനും ലാലേട്ടനും കൂടി അതിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഈ മെമ്പേഴ്സ് ഒക്കെ പൊട്ടന്മാരായിരുന്നോ? അന്നത്തെ ചോദ്യത്തിനൊന്നും ഉത്തരയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോ നമ്മൾ നേരത്തെ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കുന്ന പോലെ ഒരു കുറെ ദിവസം നീട്ടി കൊടുക്കുന്നത് അതിനുള്ള എതിർ തെളിവുകൾ അല്ലെങ്കിൽ അതിന് എതിർവാദം എന്ത് പറയണം എന്ന് പറയാനായിട്ട് ഒരാൾക്ക് സമയം കൊടുക്കുന്നത് പോലെയാണ്. ഇപ്പൊ ഇത്തരത്തില് രാജിവെച്ച് പോകും, അതിന്റെ അവസാന വാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആൾക്കാരെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് ഇപ്പൊ തിരിച്ചു വരുമ്പോ അവരുടെ പോസ്റ്റിന്റെ കംപ്ലീറ്റ് നോക്കി കഴിഞ്ഞാല് അമ്മയിലെ ചില തർക്കങ്ങൾ മുതലെടുത്തുകൊണ്ട് അമ്മയെ ഹൈജാക്ക് ചെയ്യാനുള്ള ചിലരുടെ ശ്രമം കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ്. കോടതി ഇടപെട്ട് തടഞ്ഞത് അമ്മയില് ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം. പിന്നെ അവർ പറയുന്നത് രാജിവെക്കരുതെന്നും എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും പോരാടണമെന്നും എന്നോട് പറഞ്ഞ മമ്മൂക്കയ്ക്ക് ലാലേട്ടനും ഈ പോരാട്ടത്തിൽ എനിക്കിപ്പം ഉറച്ചു നിന്ന എല്ലാ അമ്മ മെമ്പർമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതിന്റെ നോട്ടീസ് ബോർഡായിട്ട് NB ആയിട്ട് എഴുതിയേക്കാണ്, ഓടിളക്കി വന്ന 10-15 പേരല്ല അമ്മ,
അല്ല, ഓടിളക്കി വന്ന 10-15 പേരല്ല, അമ്മ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് അമ്മയുടെ ഭൂരിപക്ഷം മെമ്പേഴ്സാണ് അത് തീരുമാനിക്കേണ്ടത്. ശരിക്കും അമ്മയുടെ കമ്മിറ്റിയിൽ വരാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെപ്പോലെ ഇലക്ഷനിൽ മത്സരിച്ചാണ് വരേണ്ടത്, അല്ലാതെ പിൻവാതിലൂടെയോ ഓടിളക്കിയോ അല്ല. ശ്വേത മേനോൻ, അമ്മ പ്രസിഡന്റ്. താഴെ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് ശ്വേത മേനോൻ, അമ്മ പ്രസിഡന്റ്. ഞാനിപ്പോഴും പ്രസിഡന്റ് തന്നെയാണ്. ഈ ഓടിളക്കി വന്ന 10-15 പേരെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇന്നിപ്പോ മലപർവതി, അൻസിബെ പോലെയുള്ള കുറച്ച് ആൾക്കാരെയാണെങ്കിൽ അവരൊക്കെ എങ്ങനെയാണ് ഓടിളക്കി വന്നതാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഇപ്പോ മുംബൈ വാല അല്ലെങ്കിൽ ഇതുപോലെ ഓടിളക്കി വന്ന അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആയ ആൾക്കാരെ പിടിച്ച് പ്രസിഡന്റ് സ്ഥാനത്ത് ഇപ്പൊ വിക്ടിം കാർഡ് ഇറക്കിയാണ് ശരിക്കും ശ്വേത മേനോൻ ഈ ഇലക്ഷനെ നേരിട്ടതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്നുവെച്ചാല് ആ ഒരു സമയത്ത് മാർട്ടിൻ മേനാശ്ശേരി എന്ന് പറയുന്ന ഒരു ആൾ അവതരിക്കുന്നതും ആ ഒരു കേസ് ഉണ്ടാവുന്നതും ശ്വേതയ്ക്ക് സപ്പോർട്ടുമായിട്ട് എല്ലാവരും ഇപ്പൊ ഈ ഓടിളക്കി വന്നു എന്നിവർ ആക്ഷേപിച്ച എല്ലാവരും അന്ന് ശ്വേതയ്ക്ക് സപ്പോർട്ടുമായിട്ട് നിന്നതാണ്. വിക്ടിം കാർഡ് ഇറക്കി കൂടെ നിർത്തിച്ചതാണ് ഇവരെ. ബാബുരാജ് എന്നത് ഈ മാർട്ടിന് പിന്നിൽ ശ്വേതയാണ് എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ശ്വേതയെ എല്ലാ രീതിയിലും ചേർത്ത് പിടിച്ചവരാണ് മലപാർവതി അടക്കമുള്ളവര്. അപ്പോഴൊക്കെ ഇവരൊന്നും ഓടിളക്കി വന്നവരായിരുന്നില്ല. സപ്പോർട്ട് ചെയ്തപ്പോ ഒപ്പോസ് ചെയ്ത് അവരുടെ ഇതിനെതിരെ തിരിച്ചു പറഞ്ഞപ്പോ മാത്രമാണ് ഇവർ ഇത്തരത്തിലായത്. പിന്നെ സ്റ്റിൽ പ്രസിഡന്റ് ആണ് എന്ന് പിന്നെ ഇവരല്ല തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഭൂരിപക്ഷാംഗങ്ങൾ തീരുമാനിക്കുന്നു പറയുമ്പോൾ ഭൂരിപക്ഷാംഗങ്ങൾ എല്ലാവരും കൂടിയല്ല എന്ന് കണക്ക് ചോദിച്ചത്. ഇത് കമ്മിറ്റി അല്ലെങ്കിൽ ഇതിന് അവിശ്വാസ പ്രമേയം പറഞ്ഞപ്പോ ഈ ഭൂരിപക്ഷാംഗങ്ങൾ എല്ലാവരും അല്ലേ കൈപൊക്കിയത്. മാത്രമല്ല ഈ വിഷയം ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഒരു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ അന്ന് നടന്നായിരുന്നു. അപ്പൊ അന്ന് തന്നെ അടുത്തൊരു പ്രസിഡന്റ് സ്ത്രീ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്കുള്ള പ്രശ്നത്തിൽ ഒരു പരിധി വരെ എക്സാക്ട്ലി നിലപാടെടുക്കാനും കാര്യങ്ങൾ സത്യസന്ധമായി അന്വേഷിക്കാനും ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്താനും നിലപാടുകൾ എടുക്കാനും ഒരു സ്ത്രീ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു സപ്പോർട്ട് കൂടി എനിക്ക് തോന്നുന്നു ശ്വേതാ മേനോന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു എല്ലാം കൂടി വെച്ചിട്ടാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയത്. ഇപ്പൊ അതേ ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകുമ്പോഴാണ് മറ്റൊരു സ്ത്രീക്ക് ഇതേ തരത്തിലുള്ള ആരോപണം കൃത്യാരോപണം നേരിടേണ്ടി വരുന്നതും. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ ശ്വേതാ മേനോനെ കാണുമ്പോൾ ഇത് ഇവിടെ പറയേണ്ട കാര്യമല്ല എന്ന് പറയുന്നത്. അതെ, അമ്മയെ അമ്മ ഭരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിലായിരുന്നു ശ്വേതാ മേനോന്റെ ഒരു ജയത്തെ എല്ലാവരും നോക്കി കണ്ടതും ശ്വേതനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതും ഒരു സ്ത്രീ ഉയർന്നു വരട്ടെ എന്നുള്ളതില്. പക്ഷെ ആ സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്തവർ പോലും ഇപ്പൊ ഒപ്പോസ് ചെയ്ത് പറയണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള അവർക്ക് വേണ്ട മറുപടി പോലും കൊടുക്കാണ്ട് അവർ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാണ്ട് ഒരു സംഘടനയെ നശിപ്പിച്ച് കളഞ്ഞത് ഇവരായത് കൊണ്ടായിരിക്കണമല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ അന്ന് ഇപ്പൊ പറയുന്ന പോലെ ഭൂരിപക്ഷ അംഗങ്ങൾ എല്ലാവരും കൈപൊക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വിശ്വാസ പ്രമേയത്തിന് വേണ്ടി തന്നെയല്ലേ. അപ്പൊ ഭൂരിപക്ഷ അംഗങ്ങളുടെ നിലപാടിനെയാണ് ശ്വേത നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷ അംഗങ്ങളുടെ ഇത് പ്രകാരം ഇവർ പുറത്തു പോവല്ലേ വേണ്ടത്. അന്ന് ഈ ഭൂരിപക്ഷ അംഗങ്ങൾ കൈപൊക്കി കഴിഞ്ഞപ്പോ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടിയ ആള് ഇപ്പൊ വന്നിട്ട് അമ്മയെ നോക്കുന്നത് നിങ്ങൾ 10-15 പേരല്ല, ഞങ്ങൾ എല്ലാവരും കൂടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണത് ശരിയാവണേ എന്നുള്ളത് അറിയില്ല. എന്തായാലും ആ കത്തിന്റെ താഴെ ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റും ഒന്നുകൂടി ഉറച്ച് അടിവരയിട്ട് ഉറപ്പിക്കുന്നത് എന്തായാലും രാജിവെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പൊ തിരിച്ചു വരണം, ഇപ്പൊ രാജിവെച്ച് പോയി എന്ന് പറഞ്ഞവര് തിരിച്ചു വരാത്തതും ബാക്കി കണക്കുകൾ നോക്കാൻ ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് ഇമെയിലിന്റെ പാസ്വേഡ് കൊടുക്കാത്തതും ഒക്കെ എന്ത് ദുരൂഹതയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം അവര് രാജിവെച്ചോ വെക്കാതിരിക്കുകയോ, പക്ഷെ മറ്റൊരാള് ഇമെയിൽ പാസ്വേഡ് കൊടുത്തിട്ട് ആ സിസ്റ്റം യൂസ് ചെയ്യരുത് അല്ലെങ്കിൽ കണക്കുകൾ നോക്കരുത്, ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെ വേണം എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കില്ലേ ചിലപ്പോൾ ഇത്രയും ആവേശത്തോടെ രാജിവെച്ച് പോയിട്ടുള്ള ശ്വേതാ മേനോൻ ഇപ്പൊ തിരിച്ചിങ്ങോട്ട് വരണം എന്ന് മീൻസ് പ്രസിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കണം, എന്റെ ഇതിൽ തന്നെ വേണം, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പല കള്ളത്തരങ്ങളും ചിലപ്പോൾ പുറത്ത് വന്നേക്കും. അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇവർ പേടിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അതായത് കണക്കുകളും കാര്യങ്ങളും എല്ലാം കിടക്കുന്ന അതിലാണ്. ഈ പാസ്വേഡ് ഇപ്പോഴും ഇവർ കൈമാറാൻ തയ്യാറായിട്ടില്ല. പഴയ കമ്മിറ്റി, രാജിവെച്ച കമ്മിറ്റി, രാജിവെച്ചു എന്ന് പറയപ്പെടുന്ന കമ്മിറ്റി ഇതുവരെയും പാസ്വേഡ് കൊടുത്തിട്ടില്ലെന്നാണ് അറിയുന്നത്. ബാക്കി 17 പേരുടെ നിലപാട് എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. പക്ഷെ എന്തായാലും ഇത്രയും ഇതായിട്ട് കോടതിയിൽ പോയി സ്റ്റേയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ രാജി പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, ഔപചാരികമായിട്ട് ഇതായിട്ട് കൊടുത്തിട്ടില്ല, ഒഫീഷ്യലി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ശ്വേതാ മേനോന്റെ കാര്യം മാത്രമാണ് ഇപ്പൊ പുറത്തു വരുന്നത്. പക്ഷെ ലക്ഷ്മിപ്രിയൊക്കെ രാജിവെച്ചു എന്ന് തന്നെ പറയുന്നു. പക്ഷെ ഇവരെല്ലാരും കൂടി പുറത്തുനിന്ന് തിരിച്ചു വന്നാലും ഇവര് രാജിവെച്ചു കഴിഞ്ഞാൽ എന്തായാലും കമ്മിറ്റിക്ക് പാസ്വേഡ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അടുത്ത കമ്മിറ്റി അധികാരം അയക്കുന്നവർ ഈ കണക്കുകൾ നോക്കേണ്ടി വരും. ഇപ്പൊ ഇവർ പറയുന്ന പോലെ ബാബുരാജിന്റെ കാലത്തുണ്ടായ അഴിമതി മറച്ചു വെക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാബുരാജിന് എപ്പോഴെങ്കിലും ഈ അഴിമതി അല്ലെങ്കിൽ അന്ന് കണക്കിൽ പൊരുത്തക്കേടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചൊരു കത്ത് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ഔപചാരികമായിട്ട് ചോദിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ബാബുരാജ് എന്തിനാണ് ഇതൊക്കെ വിശദീകരിക്കേണ്ടത്? ഇവരുടേതായിട്ടുള്ള ലീഗലുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. എന്നിട്ടും പറയുന്നു ഇത് ശരിയല്ല, അല്ലെങ്കിൽ ബാബുരാജിന്റെ സമയത്താണ് ഇതുണ്ടായത്, എന്നെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് ഇപ്പോഴത്തെ ഒരു പോസ്റ്റും കൂടി ആകുമ്പോൾ ഇമെയിൽ പാസ്വേഡ്, മെയിൽ ഐഡിയുടെ പാസ്വേഡ് കൊടുക്കാൻ ഇവർ തയ്യാറാകാത്തതും ഒരാളെങ്കിലും തിരിച്ച് കയറി വന്നില്ലെങ്കിൽ കംപ്ലീറ്റ് കള്ളത്തരങ്ങൾ പൊട്ടുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. അത് ചിലപ്പോൾ നമ്മളങ്ങനെ നമ്മളിങ്ങനെ സംശയിച്ചാലും
തെറ്റ് പറയാൻ പറ്റില്ല അതില്. ഇപ്പോഴത്തെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അന്നത്തെ ഇറങ്ങിപ്പോക്കും ഇപ്പോഴത്തെ തിരിച്ചു വരണം എന്നുള്ള കോടതിയെ പോലും സമീപിച്ചുകൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു നീക്കമൊക്കെ നടത്തുമ്പോ ഞാൻ എന്റെ കോടതി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഞാൻ അന്ന് അപ്പത്തെ ഒരു ആവേശപ്പുറത്ത് രാജി പറഞ്ഞതാണ്, എനിക്കിപ്പോ അതൊന്നും വേണ്ട എന്നുള്ളത്, അവിടെ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ മതി. കോടതി പോയിട്ട് ഇതിപ്പോ എന്താ കോടതിയുടെ പരീക്ഷ കൂടിയാണ് താൻ തിരിച്ചു വരുന്നത് എന്നുള്ള സാധനം കൂടി ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള സാധനം കൂടി പുറകിലുണ്ടാവും. ഇതിന്റെ പിന്നിൽ ഒരുപാട് കളികൾ ഉണ്ടെന്ന് നമ്മൾ സംശയിക്കുന്നതിൽ ഇപ്പൊ തെറ്റില്ല.